Good afternoon, all. Good afternoon, ma'am.
Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Okay. Then എല്ലാവരും ആയോ ക്ലാസ്സിലായോ? ഓക്കെ. ഓക്കെ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് OPD എന്ന് പറഞ്ഞ ചാപ്റ്ററില് മെത്തേഡ്സ് ടു സോൾവ് വരെയല്ലേ പറഞ്ഞത്? ആണോ? അല്ലേ? ഓക്കെ. മെത്തേഡ്സ് ടു നമ്മളെ സ്പെസിഫിക് പ്രോബ്ലംസും ജനറൽ പ്രോബ്ലംസും അത് എങ്ങനെയൊക്കെയാണ് ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് എന്ന് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവുകയാണ്. നോക്കാം. എളുപ്പമാണ് കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. ക്ലിനിക്കൽ റെക്കോർഡ്സ് കെപ്റ്റ് ഇൻ ആൻ OPD. OPD-യിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ക്ലിനിക്കൽ റെക്കോർഡുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. OPD-യിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡുകൾ നോക്കാം. പേരുകളൊന്ന് നോക്കി വെക്കണേ, എളുപ്പമാണ് കേട്ടോ. നോക്കാം. OPD രജിസ്ട്രേഷൻ ഫോം. OPD-യിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന നമ്മളുടെ ആ ഒരു രജിസ്ട്രേഷൻ ഫോം. അഡ്മിഷൻ ഫോം. അഡ്മിഷൻ ടൈമില് നമ്മളുടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് വിശദ വിവരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ഒരു അഡ്മിഷൻ ഫോം. മെഡിക്കേഷൻ, മെഡിസിൻസിന്റെയും മറ്റുകളും റെക്കോർഡുകൾ. ട്രീറ്റ്മെന്റ് റെക്കോർഡ്, ചികിത്സയുടെ റെക്കോർഡ്. ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്, അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പൊ ചിലപ്പോൾ ലീഗൽ കേസുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണങ്ങളുടെ റെക്കോർഡുകൾ. കൺസേൺ ഫോം നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഏതെങ്കിലും സർജറി ഒക്കെ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലൊക്കെ കൺസെന്റ് ഫോമിൽ എന്താണ് പേഷ്യന്റ് റിലേറ്റീവ്സിനെ കൊണ്ട് കൺസെന്റ് ഫോമിൽ നമ്മൾ സൈൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കൺസെന്റ് ഫോമുകൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് OPD-യിൽ കീപ്പ് ചെയ്യുന്നത്, അവരെ സൂക്ഷിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. OPD രജിസ്ട്രേഷൻ ഫോം, അഡ്മിഷൻ ഫോം, മെഡിക്കേഷൻ ഫോം, റെക്കോർഡ്, ട്രീറ്റ്മെന്റ് റെക്കോർഡ്, ഇൻവെസ്റ്റിഗേഷൻ റെക്കോർഡ്, കൺസേൺ ഫോം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണെന്ന് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ, OPD-യിൽ സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാം. അതിന്റെ ഒരു സംഗ്രഹം പോലെ പറഞ്ഞിരിക്കുകയാണ്. എവറി ഹോസ്പിറ്റൽ മസ്റ്റ് മെയിൻറ്റെയിൻ the medical record relating to his or her indoor patient or a patient of or a period of 3 years from the date of commencement of the treatment. അപ്പോ എല്ലാ ഹോസ്പിറ്റലുകളും അവരുടെ പേഷ്യൻസിന്റെ, ആ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. മസ്റ്റായിട്ടും അല്ലെ, നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ആ പേഷ്യൻസിന്റെ ചികിത്സയ്ക്ക് ശേഷം 3 വർഷമെങ്കിലും ആ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന റെക്കോർഡുകൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാ ഹോസ്പിറ്റലുകളും എന്ത് ചെയ്യാം? പേഷ്യൻസിന്റെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് വേണം? മിനിമം 3 വർഷത്തോളം എങ്കിലും എന്ത് ചെയ്യാം? ആ റെക്കോർഡ് അവിടെ സൂക്ഷിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് വേറെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, എളുപ്പമാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ജോബ് ഡിസ്ക്രിപ്ഷൻ OPD അസിസ്റ്റന്റ്. ഇനി ഒരു OPD അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്? ഒരു OPD അസിസ്റ്റന്റ് ചെയ്യുന്ന ജോലികൾ അല്ലെ എന്തൊക്കെയാണെന്നാണ് നമുക്കറിയാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ ഡോക്ടറിന്റെ റൂമിൽ ഒരു OP അസിസ്റ്റന്റ് ഉണ്ടാവില്ലേ, അവർക്ക് ഒത്തിരി ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ പോയിന്റ് നമുക്ക് വായിക്കാം. ഫസ്റ്റ് വൺ, അറേഞ്ച്മെന്റ് ഓഫ് നെസസറി ഇൻസ്ട്രുമെന്റ് ഓഫ് OPD. OPD-യിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റുകളെ അറേഞ്ച് ചെയ്യുക. ഓരോ ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോ എന്താ അങ്ങനെ ഓരോ നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവില്ലേ മെഡിക്കൽ പരമായിട്ടുള്ള, ആ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്യുക? ഒന്ന് അറേഞ്ച് ചെയ്യുക. ഉപകരണങ്ങൾ, ഇപ്പോ എക്സാമ്പിൾ പറയുന്നത് തെർമോമീറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. അതാണ് ഫസ്റ്റ് അവരുടെ ഡ്യൂട്ടി, മീൻസ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഡയറക്ടിങ് പേഷ്യന്റ് ഫ്രം one place to other place inside the hospital. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലേക്ക് പേഷ്യൻസിനെ അയക്കുമ്പോൾ അവരുടെ ഡോക്ടർ ഒന്ന് കൂടെ പോകണം. അതായത് എന്താ പറയുന്നത്, മീൻസ് ഇപ്പോ ഒരു പേഷ്യന്റ് ഡോക്ടറെയൊക്കെ കണ്ടു, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു,
അപ്പൊ ആ പേഷ്യന്റിന് ചിലപ്പോൾ എക്സ്റേ എടുക്കുന്നത് എവിടെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ അത് സെക്കൻഡ് ഫ്ലോറിൽ ഉള്ളതുമായിരിക്കും. അപ്പൊ എവിടെയാണെന്നൊക്കെ ഉള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കുക, അവർക്ക് ആ ഒരു ഡയറക്ഷൻ കൂടെ അവരോടൊന്ന് അസിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പറഞ്ഞു കൊടുക്കുക കാര്യങ്ങൾ. ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ആ പേഷ്യന്റിനെ ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചിട്ട് കൊടുക്കുക. ഓക്കെ. The third point, translating in case of requirement. അല്ലെ, ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ മീനിങ്? എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് എന്ത് ട്രാൻസ്ലേറ്റ് ചെയ്യുക? അതിന്റെ പ്രോപ്പർ മലയാളം വിവർത്തനം ചെയ്യുക അല്ലെ. അതായത് ഇപ്പോ മൊഴിമാറ്റം, ഓക്കെ, വിവർത്തനം എന്നാണ് ഇപ്പോ ഇംഗ്ലീഷിലുള്ള ഒരു കാര്യത്തിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലേക്ക് പറയാന്ന് പറയും. തർജിമ. ഓക്കെ. അപ്പൊ അതായത് ചില കാര്യങ്ങൾ ചിലപ്പോ എല്ലാ പേഷ്യൻസിനും അറിയാൻ പാടില്ലായിരിക്കാം അല്ലെ. ഇപ്പൊ മെഡിക്കൽ ടേമുകളും മറ്റും പറഞ്ഞാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല അവർക്ക്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ വേറെ മലയാളികൾ മാത്രമല്ലല്ലോ, പല പേഷ്യൻസും വരില്ലേ, ചിലപ്പോൾ ഹിന്ദിക്കാർ വരാം, ചിലപ്പോ തമിഴ് അങ്ങനെയുള്ളവരൊക്കെ വരാം, ഫോറിനേഴ്സ് ഒക്കെ വരാം. അപ്പൊ അവർക്കൊക്കെ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ അത് അവരുടേതായിട്ടുള്ള ഭാഷയിലോട്ടോ മറ്റും എന്ത് ചെയ്യാം, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് 3 പോയിന്റ് ഒന്നും കൂടി പറയാം. ആദ്യത്തെ പോയിന്റ് പറയുന്നത് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്, ഒപിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് എന്ത് ചെയ്യാമെന്ന് അറേഞ്ച് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് എന്തായിരുന്നു? ഡയറക്റ്റിംഗ് പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ് അല്ലെ. ഒരു പേഷ്യൻസിനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനൊക്കെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക. എന്നുവെച്ചാൽ പറഞ്ഞു കൊടുക്കുക, എവിടേക്കാണെന്ന് അറിയാൻ പാടില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നത് പറഞ്ഞു കൊടുക്കുക. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞത് ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ് അല്ലെ. അതായത് ഇതുപോലെ ആവശ്യമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഫസ്റ്റ് 3 പോയിന്റ് ക്ലിയർ ആയോ? ഫസ്റ്റ് 3 പോയിന്റ്? ഓക്കെ. Then next നമുക്ക് വായിക്കാം. പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മളുടെ ഓരോ പേഷ്യൻസിന്റെ കേസ് ഷീറ്റ് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക. അതായത് എന്താ ഇപ്പോ മീൻസ് ഇപ്പോ ഫാർമസിയിലേക്കോ അല്ലെങ്കിൽ മറ്റു ലാബ് ടെസ്റ്റുകളിലൊക്കെ ചെയ്യേണ്ടതൊക്കെ ആണെങ്കിൽ ആ ടെസ്റ്റുകൾ ഏതാണെന്നൊക്കെ അതിന്റെ ഓരോ ചീറ്റുകൾ എന്ത് ചെയ്യാം, ഒന്ന് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുക അല്ലെ. നമ്മള് കാണാറുണ്ട് OP-യിൽ ചെന്ന് നിൽക്കുമ്പോഴേ, നമ്മൾ അവിടെ നിൽക്കുമ്പോ ഈ OP അസിസ്റ്റന്റുമാർ എന്ത് ചെയ്യും, കുറെ പേപ്പറും ചീട്ടൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ കാണാറുണ്ട് ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെ? ഓക്കെ. OP-യിലത്തെ അങ്ങനെ നമ്മള് എന്ന് വെച്ചാല് അവര് ഓരോ ഏരിയയിലേക്ക് ഈ കേസ് ഷീറ്റുകൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുകയാണ്. മീൻസ് എന്ന് വെച്ചാൽ ഓരോ ഏരിയയിലോട്ട് അവർ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. Then next നോക്കാം. എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ്, അടിസ്ഥാന വിവരങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ലൈക്ക് മെഡിസിൻ, ട്രീറ്റ്മെന്റ്, റീസൺ ഫോർ വെയിറ്റിംഗ് ടു ദ പേഷ്യന്റ് അല്ലെ. മെഡിസിൻസിനെ കുറിച്ച് അറിയില്ലെങ്കിൽ അത് ഏത് മെഡിസിൻ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ അതുപോലെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കില്ല ഡോക്ടറെ കാണാനായിട്ട്. അപ്പൊ ആ ഡോക്ടറിന്റെ റൂമിൽ നിന്ന് ഈ നഴ്സ് ഇറങ്ങാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കും. എന്തിനാ, എത്രാമത്തെ ഡോക്ടർ നമ്പറാണ് ഇപ്പൊ കയറിയിരിക്കുന്നത് അല്ലെ? ചോദിക്കാറില്ലേ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ചോദിക്കാറുണ്ടോ നിങ്ങൾ? അങ്ങനെ ചോദിക്കില്ല ആരും. ഒരു വട്ടം പോലും നിങ്ങൾ ചോദിച്ചിട്ടില്ല? ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് റീസൺ ഫോർ വെയിറ്റിംഗ്, കാത്തിരിക്കാൻ സമയം ഇനിയിപ്പോ എത്രാമത്തെ നമ്മൾ കയറി, അങ്ങനെ അതിനിപ്പോ നമ്മളുടെ അധികം ലേറ്റ് ആവോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. Then next point, assist to open new medical record അല്ലെ. അതായത് പുതിയ മെഡിക്കൽ റെക്കോർഡുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒന്ന് അസിസ്റ്റ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. Then ensure customer satisfaction, പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. ഓക്കെ, പേഷ്യൻസിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക. അതിന് മുന്നത്തെ പോയിന്റ് എന്തായിരുന്നു? മെഡിക്കൽ റെക്കോർഡുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് ഒരു OPD അസിസ്റ്റന്റിന്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് വൺ മീനിങ് മാത്രം പറയുന്നുള്ളേ. ഫസ്റ്റ് വൺ എന്ത് ചെയ്യാം, OP-യിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്ത് വെക്കുക.
സെക്കൻഡ് വൺ പറയുന്നത് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാനായിട്ട് പേഷ്യൻസിന് അറിയില്ലെങ്കിൽ അവരൊന്ന് മീൻസ് ഡയറക്ട് ചെയ്ത് കാണിച്ചിട്ട് കൊടുക്കുക. ട്രാൻസ്ലേറ്റിംഗ് ഇൻ കേസ് ഓഫ് റിക്വയർമെന്റ്, ആവശ്യമുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. പാസിംഗ് കേസ് ഷീറ്റ് ടു അതർ ഡിപ്പാർട്ട്മെന്റ്സ്, അല്ലെ, കേസ് ഷീറ്റുകൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിലോട്ട് എന്ത് ചെയ്യാം, ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. എക്സ്പ്ലെയിനിങ് ബേസിക് ഡീറ്റെയിൽസ്, ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്, കുറെ ടൈം ആയല്ലോ, അല്ലെങ്കിൽ മെഡിസിന്റെ കാര്യങ്ങളോ ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളോ മറ്റുള്ളവ എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പുതിയ മെഡിക്കൽ റെക്കോർഡുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് അസിസ്റ്റ് ചെയ്യുക. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമറിന്റെ സംതൃപ്തി വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, സംതൃപ്തി ഉറപ്പുവരുത്തുക. ഓക്കെ, ക്ലിയർ ആയ എല്ലാ പോയിന്റ്സും? എളുപ്പമാണ്, നിങ്ങൾക്ക് വായിച്ച മനസ്സിലാകാവുന്നുള്ളൂ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. കാരണം ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെ, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ചോദിക്കാം, അല്ലെങ്കിൽ എന്താ OP അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി ഏതാണെന്ന് കണ്ടെത്താൻ പറയാം, അല്ലെ, പല ടൈപ്പിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. വായിക്കാം. ഓക്കെ, അപ്പോ ഒന്ന് ക്ലിനിക്കൽ റെക്കോർഡ്സും ജോബ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പെട്ടെന്ന് വായിക്കണേ. അഞ്ചാമത്തെ പോയിന്റ് എന്താ, ബേസിക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക. മെഡിസിൻസിനെ കുറിച്ചോ ചികിത്സയെ കുറിച്ചോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തിരിക്കുമ്പോ നമ്മൾ ചോദിക്കില്ല അവരോട് എന്ത് ഇത്ര ലേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ എത്രാമത്തെ ഡോക്ടർ നമ്പറാണ് ഇപ്പൊ കയറിക്കുന്നത് ചോദിക്കില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക, മറുപടി കൊടുക്കുക. ഫോർത്ത് പോയിന്റ് എന്തായിരുന്നു, കേസ് ഷീറ്റുകൾ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് കൊണ്ട് കൊടുക്കുക. ക്ലിനിക്കൽ റെക്കോർഡ്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണേ. അതുപോലെ OPDയുടെ ജോബ് ഡിസ്ക്രിപ്ഷനും ഒന്ന് നോക്കി വെക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? രണ്ടും വായിക്കണേ. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു എങ്ങനെയാണ് നമ്മൾ ഒരു രജിസ്ട്രേഷൻ സിസ്റ്റത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മീൻസ് നമ്മൾ അവിടെ പോയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അവർ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു റിസപ്ഷനിൽ അവരുടെ ഓരോ സിസ്റ്റത്തിൽ കാണുന്ന ഒരു ഫോമിന്റെ മോഡലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമില്ല, എന്തൊക്കെയാണ് അത് പറയുന്നത് നോക്കാം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അല്ലെ, പേഷ്യന്റിന്റെ ID ചിലപ്പോൾ ചോദിക്കാം. പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ എന്താണ് ജെൻഡർ ചോദിക്കും. ഓക്യുപ്പേഷൻ, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാം, ബ്ലഡ് ഗ്രൂപ്പ്, ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യുന്ന അഡ്രസ്, സിറ്റി, നമ്മളുടെ ഡീറ്റെയിൽസ് ഫുള്ള്. ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ്, ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ, അല്ലെങ്കിൽ എന്താ പറയാ ഡോക്ടേഴ്സിന്റെ പേര് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ,
ജസ്റ്റ് ആ ഒരു മോഡലാണ് തന്നിരിക്കുന്നത്. നമ്മളെ രജിസ്ട്രേഷൻ ഇപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കില്ലേ പേര് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ചെയ്യാറില്ലയോ, ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ജസ്റ്റ് ഒരു മോഡൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ദെൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമ്മളുടെ കംപ്ലീറ്റ് ആയി അല്ലെ. എത്ര പെട്ടെന്ന് ചാപ്റ്റർ പോയത് ആണോ? പെട്ടെന്നല്ലേ പോയത്? ഇല്ല ആരും ക്ലാസ്സില്? ഓക്കെ, എല്ലാവരും ഉറക്കത്തിലാണോ? നല്ല ഉറക്കം വരുന്നൊരു ഫുഡൊക്കെ കഴിഞ്ഞ് മീൻസ് ഉറക്കം വരുന്ന ഒരു ടൈമാണ് അല്ലേ? ഉറക്കത്തിലാണോ നിങ്ങള്? ഉണ്ട് ഇല്ലാന്നൊക്കെ എഴുതിയിട്ടുണ്ട്, ഏതിനാണ് റിപ്ലൈ എനിക്ക് അറിയില്ല. ഓക്കെ, ഇപ്പൊ ഒന്ന് ഉഷാറായിട്ടിരിക്കണേ. സത്യസന്ധമായിട്ട് കുറച്ച് പേര് ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ. ഓക്കെ, കുറച്ചും കൂടി ഉള്ളു കേട്ടോ. ഈ വിഭാഗം നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറങ്ങിക്കോളൂ, സുഖമായിട്ടാണ് ഉറങ്ങിക്കോളൂ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ആരാണ് അദ്ദേഹം എന്നാണ് നോക്കാൻ പോകുന്നത്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഗസ്റ്റ് റിലേഷൻ ഓഫീസറിനെ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആദ്യമായിട്ട് കേൾക്കണോ? കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സുമി. സുമി എന്താണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ കേട്ടിട്ടുള്ളത്? സുമി എന്താണ് ഇതിനെപ്പറ്റി എന്താണ് അറിയാവുന്നത്? സുമി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പോയോ? എന്താ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് നിങ്ങൾ ആരും കേട്ടിട്ടില്ല? മീൻസ് ആദ്യമായിട്ട് കേൾക്കണോ? ആരോ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ. പറഞ്ഞാണ് ആവണി പോയോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആള് പോയിട്ടില്ല കേട്ടോ, ആള് വർക്കിലാണ്, കുഴപ്പമില്ല. ജസ്റ്റ് ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അപ്പോ നോക്കാം, ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. A guest relation officer, also known as guest relation coordinator or guest relation specialist, important ആണ്, അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അറിയപ്പെടുന്ന മറ്റു പേരാണ് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ സ്പെഷ്യലിസ്റ്റ്. കസ്റ്റമർ അതെ, കസ്റ്റമറിനെ കൂടുതൽ കസ്റ്റമറായിട്ട് മീൻസ് അടുപ്പുള്ളവരാണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ കേട്ടോ. വായിക്കാം. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ ഓർ ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ്. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. Is a customer service centered employee who essentially greets. ഇത് ഒരു കസ്റ്റമർ സർവീസ് സെന്റർഡ് എംപ്ലോയി ആണ്. അതായത് കസ്റ്റമറിനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു എംപ്ലോയി ആണ്. ഹു എസെൻഷ്യലി ഗ്രീറ്റ്സ്, മെയിൻ ആയിട്ട് എന്താണ് അഭിസംബോധന ചെയ്യുന്നതും അഭിവാദനം ചെയ്യുന്നതും ഈ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ ആണ്. നമ്മൾ ഗസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് തന്നെ അറിയാം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോ നമ്മുടെ ഗസ്റ്റിനെ സ്വാഗതമൊക്കെ ചെയ്തൊക്കെ കേട്ടില്ലേ? നമ്മൾ സന്തോഷത്തോടു കൂടിയൊക്കെ കഴിക്കാറുണ്ട് അല്ലെ? അപ്പൊ അതാണ് ഈ ഒരു ഗസ്റ്റ് റിലേഷൻ. ആ കസ്റ്റമറിനെ അഭിസംബോധന ചെയ്യുന്ന ഒരു ചുമതലയും ഉത്തരവാദിത്തമാണ് ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? ഒരു കടയിൽ പോയി ഒരു ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ് അവിടുത്തെ കസ്റ്റമർ. ആരാ നമുക്ക് സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ ആരാണ്? പേഷ്യന്റ് അല്ലെ? പേഷ്യന്റ് ആണ്. നമ്മൾ ഇവിടെ ഇപ്പോഴും കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മളുടെ കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പോ എന്താണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്നത്? ഒരു കസ്റ്റമർ സർവീസ് സെന്ററുടെ എംപ്ലോയി ആണ്. അതായത് കസ്റ്റമറോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു എംപ്ലോയി ആണ്. ഹു എസെൻഷ്യലി ഗ്രീറ്റ്സ് അല്ലെ? അദ്ദേഹമാണ് പ്രത്യേകം ഗ്രീറ്റ് ചെയ്യുന്നത്, അഭിസംബോധന ചെയ്യുന്നത്. ആരാണ്? ഈ കസ്റ്റമർ സർവീസ് എംപ്ലോയി ആണ്.
ദെൻ ഇനി നമ്മൾ നോക്കുന്നത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഓരോ പോയിന്റ്സ് വായിക്കുക, നോക്കാം. ഗസ്റ്റ് റിലേഷൻ റെപ്രസെന്റേറ്റീവ്സ് ആർ available to assist patient and families by answering questions, explaining hospital policies, customer service, and helping to resolve issues related to hospital services. അല്ലെ, എന്താണ് പറയുന്നത്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നത് ആരൊക്കെയാണ്? പേഷ്യൻസിനെയും പേഷ്യൻസിന്റെ ഫാമിലിയെയും അസിസ്റ്റ് ചെയ്യുന്നു. അസിസ്റ്റ് ചെയ്യുക മീൻസ് അവർക്കൊപ്പം നിന്നുകൊണ്ട് സഹായങ്ങൾ ചെയ്യുന്നു. ബൈ ആൻസറിങ് ക്വസ്റ്റ്യൻസ്, അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്ക് ആൻസറുകൾ ചെയ്യുന്നു. അതുപോലെ എക്സ്പ്ലൈനിങ് ഹോസ്പിറ്റൽ പോളിസി, ആശുപത്രിയുടെ നയങ്ങളെ കുറിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. ദെൻ കസ്റ്റമർ സർവീസ്, അതായത് പേഷ്യൻസിന്റെ സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നു. ദെൻ ഹെൽപ്പിംഗ് ടു റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ഹോസ്പിറ്റൽ സർവീസ്, ആശുപത്രിയുടെ സേവനങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എന്തൊക്കെയാണ്? പേഷ്യൻസിനോടും പേഷ്യന്റിന്റെ ഫാമിലിയോടും അസിസ്റ്റ് ചെയ്യുക മീൻസ് അവരോട് സഹായങ്ങളൊക്കെ ചെയ്തു നിൽക്കുക. ദെൻ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ കൊണ്ട് ആൻസർ ചെയ്യുക. അതുപോലെ ആശുപത്രിയുടെ നയങ്ങൾ പോളിസികൾ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരുടെ സേവനങ്ങൾ പറഞ്ഞു കൊടുക്കുക. ദെൻ ഇനി അവർക്ക് ഹോസ്പിറ്റലിലെ സർവീസുമായിട്ട് അവിടുത്തെ സേവനങ്ങളുമായിട്ട് എന്തെങ്കിലും പൊരുത്തപ്പെടാൻ പറ്റായ്മയോ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അതിനെ ഒന്ന് റിസോൾവ് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയോ? നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടോ. ഫസ്റ്റ് പോയിന്റ് വായിച്ച് പെട്ടെന്ന് വായിക്കട്ടോ, വായിക്കുക. ഇനി ക്ലിയർ ആയില്ലെങ്കിൽ ചോദിച്ചോളൂ. മാക്സിമം ഞാൻ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും. ഓക്കെ ആണോ ഒന്നാമത്തെ പോയിന്റ്? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. Attend to inquiries requested by the guest, customer or foreign patient regarding facilities provided and everything else. എന്താണ് പറയുന്നത്? അറ്റൻഡിങ് ഇൻക്വയറീസ്. ഇൻക്വയറീസ് എന്ന് പറഞ്ഞാൽ ആവശ്യങ്ങൾ അല്ലെ, അതായത് അവർ റിക്വസ്റ്റ് ചെയ്യുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അതിനൊന്ന് അറ്റൻഡ് ചെയ്യുക മീൻസ് അറിയുക, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ റിഗാർഡിംഗ് ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് അല്ലെ, അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഫെസിലിറ്റീസുകൾ ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കുക. മെയിൻ ആയിട്ട് പറയുന്നത് കസ്റ്റമർ ഓർ ഫോറിനേഴ്സ് അല്ലെ, പേഷ്യൻസിനും അതുപോലെ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിലൊക്കെ, അവർക്കൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയുക, അവരുടെ അന്വേഷണങ്ങളൊക്കെ കേട്ടിട്ട് അതിനുള്ള റിപ്ലൈ കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിന്റെ പോളിസികൾ, ഫെസിലിറ്റികൾ, സൗകര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോറിനേഴ്സിന് അറിയാൻ പറ്റില്ലല്ലോ, അവിടെ എപ്പോഴും വരുന്ന ആളുകളല്ല. അതുകൊണ്ട് അവിടുത്തെ ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണ്, ഇന്ന ഡോക്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സുകളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഗസ്റ്റിന്റെ അതായത് പേഷ്യൻസിന്റെ റിക്വസ്റ്റഡ് ആവശ്യങ്ങളൊക്കെ അറിയുക, അതാണ് അറ്റൻഡ് ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുക. അതുപോലെ തന്നെ ഫോറിൻ പേഷ്യന്റിന്റെയും കാര്യങ്ങളൊക്കെ അറിയുക, അവരോട് നമ്മളുടെ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസുകളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. ഇത്രേ ഉള്ളൂ. വലിയ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചിന്തിച്ച് പോകണ്ട, എന്താണ് കാര്യം സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് വായിച്ചു നോക്കിക്കോളൂ. സെക്കൻഡ് വൺ ക്ലിയർ ആയില്ല. അതായത് നമ്മളുടെ പേഷ്യൻസിന്റെ, അതായത് പേഷ്യൻസും അതുപോലെ തന്നെ ഫോറിൻ പേഷ്യൻസ് ഒക്കെ വരും.
അപ്പൊ അവർക്ക് കുറെ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാവും. അന്വേഷണങ്ങൾ മീൻസ് അവർക്ക് അറിയില്ലല്ലോ, അവർ ആദ്യമായിട്ട് വരുന്നവരായിരിക്കും. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അതാണ് ഇൻക്വയറീസ് എന്ന് പറഞ്ഞാൽ അന്വേഷണങ്ങൾ. അപ്പൊ അവർ ചോദിക്കുന്ന അന്വേഷണങ്ങളൊക്കെ എന്താണെന്ന് അറ്റൻഡ് ചെയ്യുക, അവര് അതൊന്ന് കേൾക്കുക, എന്തൊക്കെയാണെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുക, അന്വേഷണത്തിനുള്ള മറുപടി നൽകുക. അതുപോലെ തന്നെ എന്തൊക്കെ ഫെസിലിറ്റീസുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് കൂടി എന്ത് ചെയ്യുക, ഈ ഫോറിൻ കസ്റ്റമേഴ്സിനോടും നമുക്ക് വരുന്ന പേഷ്യൻസിനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ സ്കാനിങ്ങിന്റെ നമുക്ക് ഇവിടെ തന്നെയുണ്ട്, അല്ലെങ്കിൽ ഫാർമസി സെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ ഇപ്പൊ അവൈലബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫെസിലിറ്റീസുകൾ എന്തൊക്കെയാണോ ആ ഫെസിലിറ്റീസുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, വായിച്ച് മനസ്സിലാക്കാവുന്നതല്ലേ? ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് പറയാലോ. Check if adequate welcome facilities are available for everyone whose arrival is on the list. അതായത് ലിസ്റ്റിൽ വരുന്ന, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഹോസ്പിറ്റലിലേക്ക് അറൈവൽ ചെയ്ത് വരുന്ന എല്ലാ പേഷ്യൻസിനെയും എന്താ പറയാ, എല്ലാവർക്കും സ്വാഗതം പറയുക, സ്വാഗത സൗകര്യങ്ങൾ ഒരുക്കുക. മീൻസ് ആണല്ലോ എല്ലാ പേഷ്യൻസിനെയും വെൽക്കം ചെയ്ത് കഴിക്കുന്നത് അടുത്തേക്ക്. സോ അറൈവൽ ചെയ്യുന്ന എല്ലാ പേഷ്യൻസിനും വെൽക്കം ഫെസിലിറ്റീസുകളൊക്കെ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് 5 പോയിന്റ് പറഞ്ഞിട്ട് അതൊന്ന് വായിച്ചിട്ട് അടുത്ത പോയിന്റ് പറയാം. ഒന്നുകൂടി പറയാം. ഹോസ്പിറ്റലിലേക്ക് അറൈവൽ ചെയ്ത് വരുന്ന എല്ലാ തരത്തിലുള്ള പേഷ്യൻസിനെയും വെൽക്കം ചെയ്യുക. അതോടൊപ്പം തന്നെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക. ഇപ്പൊ അകത്തേക്ക് വെൽക്കം ചെയ്തു, ദെൻ ഇവിടെയാണ് റിസപ്ഷൻ, ഇവിടെ പോയിട്ട് നിങ്ങൾ എന്താണ് അഡ്മിഷൻ ഇത് എടുത്തോളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വെൽക്കം ചെയ്ത് കയറ്റിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുക. Then next one, attend to VIP, very important person. അറിയാലോ VIP യുടെ ഫുൾ ഫോം. Attend to VIPs with more attention. ഇപ്പോ VIP പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് കൂടുതൽ മോർ അറ്റൻഷൻസ് ഏർപ്പെടുത്തുക, അല്ലെ? VIP പേഷ്യൻസിന് കുറച്ചും കൂടി പ്രാധാന്യമൊക്കെ കൊടുക്കും, അല്ലെ? കുറച്ചും കൂടി അവർക്കൊരു പ്രൊട്ടക്ഷനും മറ്റും ഏർപ്പാടാക്കാറുണ്ട് ഹോസ്പിറ്റലുകളിൽ, ഇല്ലേ? നിങ്ങൾ എക്സാമ്പിൾ പറയണമെങ്കിലേ നിങ്ങൾക്ക് കുറച്ച് ഫിലിം ഒക്കെ പറയുമ്പോഴല്ലേ എക്സാമ്പിൾ മനസ്സിലാകുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾക്ക്? ഞാൻ ഈ മെഡിക്കൽ ടൈം തന്നെ എടുത്തെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് പരിചരണം കൂടുതൽ കൊടുക്കും. ഓക്കെ, നിങ്ങള് എന്ത് ഫിലിം ആയിരുന്നു, ദിലീപിന്റെ ഒരു ഫിലിമില്ലേ CID ന്യൂസ് കണ്ടിട്ടുണ്ടോ? ഫിലിം കണ്ടിട്ടുണ്ടോ എല്ലാവരും? ആരും കാണാത്തുണ്ടാവില്ലല്ലോ. 100 വട്ടമെങ്കിലും കണ്ട ഒരു ഫിലിം ആയിരിക്കല്ലോ, ഇല്ലേ? അതില് CM-നെ മീൻസ് മുഖ്യമന്ത്രിക്ക് ആ ഒരു എന്താ CM ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു സീൻ ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഓക്കെ, അവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഭയങ്കര പോലീസുകാർ പുറത്ത് നിൽക്കുന്നു, ഭയങ്കര റേറ്റിംഗും മീൻസ് പ്രൊട്ടക്ഷൻ, അല്ലെ? ഒരുപാട് പ്രൊട്ടക്ഷൻസ് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അവിടെ ആ ഒരു ഹോസ്പിറ്റലിൽ, ഇല്ലേ? ആ ഒരു പോലീസ് പ്രൊട്ടക്ഷനും മറ്റു ഭയങ്കര സേഫ് ആയിട്ട് എല്ലാവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, അതിനെയാണ് ഈ ഒരു അതുപോലെ അങ്ങനെയുള്ള മീൻസ് അങ്ങനെ രാഷ്ട്രീയതോ അങ്ങനെ VIP ആയിട്ടുള്ള പേഷ്യൻസിന് കൂടുതൽ കുറച്ച് അറ്റൻഷൻസ് കൊടുക്കുക. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ, നിങ്ങൾക്ക് സിനിമയൊക്കെ പറയുമ്പോഴല്ലേ ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി ആ പോയിന്റ് ആർക്കൊരു ഡൗട്ട് ഇല്ലല്ലോ, ഉണ്ടോ? ഇനി സിനിമ കാണാത്തവരുണ്ടാകുന്ന എനിക്ക് അറിയില്ല കേട്ടോ. വേറെ ഏതെങ്കിലും സിനിമ നിങ്ങൾ ആലോചിച്ചോളൂ. ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്കൊന്നും മനസ്സിലാവാൻ വേണ്ടി ആ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ് നോക്കാം. Maintain a polite and a humble personality while attending to guests. അല്ലെ? അതായത് ഗസ്റ്റിനോട് പെരുമാറേണ്ടത് എങ്ങനെയാണ്? പൊലൈറ്റ് ആയിട്ടും ഹംബിൾ ആയിട്ടും വളരെ എളിമയോടും ക്ഷമയോടും കൂടി ആയിരിക്കണം പെരുമാറേണ്ടത്. നമ്മൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോ വളരെ എളിമയോടും ക്ഷമയോടും കൂടിയാണോ പെരുമാറുന്നത്? ആണോ? ആണ്, ഏറെക്കുറെ, അല്ലെ? നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ വന്നാലും അഭിനയിച്ചെങ്കിലും നമ്മൾ നിൽക്കാറുണ്ട്, ഇല്ലേ? വളരെ ക്ഷമയോടും. ചിലപ്പോ നമുക്ക് വലിയ എന്താ പറയാ വലിയ ഇതില്ലാത്ത ഒരാൾ വരികയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും?
അഭിനയിച്ചെങ്കിലും നിൽക്കും, വളരെ ചിരിച്ച് ഭയങ്കര സ്നേഹത്തോടെയൊക്കെ അഭിനയിച്ച് നിൽക്കും. അവർ പോയി കഴിയുമ്പോൾ ചിലപ്പോ എന്തെങ്കിലും പറയുമായിരിക്കും അല്ലെ? ആണോ? അങ്ങനെയാണോ? ഓക്കെ അല്ലെ? ശരിയാണ്, ശരിയായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോ എന്ത് വേണം? വളരെ എളിമയോടും ക്ഷമയോടും കൂടിയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഗസ്റ്റിനെ സ്വീകരിക്കാനായിട്ട്. ഓക്കെ, സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഓരോരുത്തര്. ഓക്കെ, കുഴപ്പമില്ല, സന്തോഷം, സത്യസന്ധമായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യത്തെ 5 പോയിന്റ് ഒന്ന് വ്യക്തം വായിച്ചു നോക്കിയേ. ഫസ്റ്റ് 5 പോയിന്റ് വായിക്കാം കേട്ടോ. ആദ്യത്തെ 5 പോയിന്റ് വായിക്കാം കേട്ടോ, എന്നിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാൻ. ആദ്യത്തെ 5 പോയിന്റ് ആണ് വായിക്കാം. കംപ്ലീറ്റ് ആയോ? ഓക്കെ, ഫിനിഷ്. Then 6th point നോക്കാം. Provide a detailed description of all the information that can be potentially asked for along with the document needed. എന്താണ് പറയുന്നത്? Provide a detailed description. അതായത് നമ്മളുടെ ഒരു പേഷ്യൻസിന്റെ നമ്മുടെ രേഖകളും കാര്യങ്ങളൊക്കെ ആള് മീൻസ് മെയിൻറ്റെയിൻ ചെയ്യുമല്ലോ, പേഷ്യൻസിന്റെ റെക്കോർഡ് ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സിന്റെ ഒപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനും നൽകണം എന്നാണ് പറയുന്നത്. അതായത് ആവശ്യമായ രേഖകൾക്കൊപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് കൂടി അതിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, ഡോക്യുമെന്റില് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഡോക്യുമെന്റ്സില് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം ഉൾപ്പെടുത്തണം. ഇത്രയും നോക്കിയാൽ മതി കേട്ടോ. Then next point, take care of each and everything the guest might need and for to avoid last minute rush. എന്താണ് പറയുന്നത്? ഗസ്റ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ, അതായത് എപ്പോഴാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ തന്നെ ചെയ്തു കൊടുക്കുക. കാര്യങ്ങൾ അവസാന നിമിഷത്തേക്ക് ഒഴിവാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ ചെയ്യുന്ന എക്സാമിന് വേണ്ടി മാറ്റിവെക്കില്ലേ ലാസ്റ്റ് അല്ലെ? 6 മാസത്തെ കോഴ്സാണ്, ഇനി സമയമുണ്ട്, ഇത് തുടങ്ങിയിട്ടുള്ളൂ, ഒരു 5 മാസം കഴിയട്ടെ, ആ ഒരു ലാസ്റ്റ് 1 മാസം കൊണ്ട് പഠിച്ചു തീരാവുന്നതേ ഉള്ളൂ അല്ലെ? ഇന്ന് എത്ര പേര് മനസ്സിൽ കണ്ടിട്ടുണ്ട്? സത്യസന്ധമായിട്ട് പറഞ്ഞോളൂ, എത്ര പേര് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? ഒരാളെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ എല്ലാവരും ഡെയിലി ഇരുന്നുകൊണ്ട് പഠിക്കണേണോ? വരുന്നുള്ളൂ. ഓക്കെ, കണ്ടോ, നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയാണപ്പോ അല്ലേ? 6 മാസത്തെ കോഴ്സ് അല്ലേ? ഇപ്പൊ 1 മാസം അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ, 5 മാസം നീണ്ടു കിടക്കുകയാണ് അല്ലെ? അപ്പൊ 5 മാസം കഴിയട്ടെ എന്നിട്ട് നമുക്ക് പഠിക്കാം എന്നുള്ളതിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ? എങ്കില് എന്ത് ചെയ്യാം? ആ തീരുമാനം ഒന്ന് മാറ്റിക്കോളൂ. പറ്റുന്ന പോലെ ഇരുന്ന് പഠിക്കാം. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും നല്ലത്. ഇടയ്ക്ക് പഠിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, മറന്നു പോകും. ഡെയിലി പഠിച്ചിട്ട് മറന്നു പോകും. പിന്നെ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്, നിങ്ങൾക്ക് ഒരുപാട് എസ്സേ എഴുതാനോ അങ്ങനെ ഒന്നും ഇല്ലാലോ. അപ്പൊ അത്യാവശ്യം എന്ത് ചെയ്യാം? ഓരോ ക്ലാസ് കഴിയുമ്പോ അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം? ഒരു പ്രാവശ്യത്തിലും വായിക്കാം കേട്ടോ. ഇന്ന് തുടങ്ങി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്.
എത്ര ലേറ്റ് ആയി കിടക്കുകയാണെങ്കിലും കിടക്കുന്നതിന് മുൻപ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിലേ കുട്ടികളൊക്കെ ഉറങ്ങൂലേ അല്ലേ? കൊച്ചുങ്ങളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കാൻ വരുന്ന സമയത്ത് ഇന്ന് നിങ്ങൾക്ക് ഏത് ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടോ, ഏത് ഭാഗമാണോ ഇന്ന് നിങ്ങൾ എടുത്തത്, മക്കളെ പഠിപ്പിക്കണം. അതൊരു ഡ്യൂട്ടിയാണ് അല്ലെ? എല്ലാവരുടെയും ഡ്യൂട്ടി തന്നെയാണ്. അവരവരുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കണ്ടേ? മക്കളെ പഠിപ്പിച്ചിട്ട് ഫുൾ ഡേ ആയിട്ട് മക്കളെ പഠിപ്പിച്ചിരിക്കുകയാണോ നമ്മള്? മക്കളെ പഠിപ്പിച്ച് ആ ഒരു ടൈം ആവുമ്പോൾ അവരെ കിടത്തി ഉറക്കുമല്ലോ. ശേഷമുള്ളല്ലോ നമ്മൾക്ക് ഒപ്പം ഒന്ന് ഉറങ്ങിയാൽ മതി എന്നായിരിക്കും. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ എന്ത് ചെയ്യാ അല്ലെ? ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുൻപ് പറ്റുന്ന പോലെ അല്ലെ, മാക്സിമം അങ്ങനെ ചെയ്താൽ നല്ല കാര്യമാണ്. നിങ്ങൾ പടം വായിച്ച് പഠിക്കേണ്ട, ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ കിടന്നാൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻ വരുമ്പോൾ കിട്ടും കേട്ടോ, ഷുവറാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇന്ന് തുടങ്ങി എന്ത് ചെയ്യാം, അങ്ങനെ ഒന്ന് ചെയ്യാം അല്ലെ? ഇപ്പൊ കുഞ്ഞു തീരെ കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ രാത്രി ഉറക്കത്തിന്റെ കാര്യം അറിയാം എങ്കിലും സമയം കിട്ടുന്നത് പോലെ ഓരോരുത്തരും ഞാൻ ഉറങ്ങിയാലേ മക്കൾ ഉറങ്ങുള്ളൂ. ഓക്കെ, പക്ഷെ അതൊക്കെ നമ്മൾ എന്തായാലും ഒരു കോഴ്സ് നമ്മൾ പഠിക്കുകയാണ് അല്ലെ? ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ജോലി ചെയ്യുന്നവര് അല്ലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഹസ്ബൻഡ് ആയിരിക്കുമല്ലോ കൂടുതലും. അച്ഛന്മാര് അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ഒക്കെ ഫീസ് പേയ്മെന്റ് ചെയ്യുന്നത് ആണോ? സ്വന്തമായിട്ട് ചെയ്യാത്തവരില്ലേ ഒത്തിരി പേര്? നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ ആശ്രയിച്ചിട്ടാണോ ഇതൊക്കെ പഠിക്കുന്നത് അല്ലെ? അപ്പൊ അവര് നമുക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് തിരികെ ആ ഒരു റെസ്പോൺസിബിലിറ്റി അവരോടും കാണിക്കണ്ടേ? അവരും എന്തെങ്കിലും വെറുതെ ഇരുന്നിട്ടല്ലോ, അവര് ബുദ്ധിമുട്ടി ജോലി ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു നിങ്ങൾ പഠിച്ചോ എന്നുള്ളൊരു സൗകര്യം ഒരുക്കി തന്നിരിക്കുന്നത് അല്ലെ? അപ്പോ ഇതിനിടയ്ക്ക് ഓരോ മീൻസ് പല സാഹചര്യത്തിൽ നിന്ന് പഠിക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മളൊരു കോഴ്സിന് പഠിക്കുന്നുണ്ടോ, നമ്മളത് കംപ്ലീറ്റ് ആയി പഠിക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ പറഞ്ഞുള്ളൂ, സമയം കിട്ടുന്നത് ഈ ഒരു പോയിന്റ് പറഞ്ഞുള്ളൂ കേട്ടോ. ലാസ്റ്റ് നിമിഷത്തേക്ക് വേണ്ടി ഒന്നും മാറ്റി വെക്കാതെ പറ്റുന്ന പോലെ എന്ത് ചെയ്യാ, ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, then next point, check the amenities for their quality and proper provision to leave no ground for complaints. എന്താ amenities എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ amenities ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൗകര്യങ്ങൾ എന്നൊക്കെ പറയാം അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ചെക്ക് ദ amenities for their quality and proper provision to leave no ground for complaints. അതായത് എന്താണ് അവിടെയുള്ള സൗകര്യങ്ങളും അതെല്ലാം ക്വാളിറ്റി ഉണ്ടോ, ഗുണനിലവാരങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണം. എന്തിനു വേണ്ടി? പരാതികൾക്ക് കാരണമില്ലാതിരിക്കാൻ, മീൻസ് പരാതികളൊന്നും അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സൗകര്യങ്ങളുടെ അഭാവത്തിലുണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം ക്വാളിറ്റിയോട് കൂടി തന്നെയാണോ അവർക്ക് ലഭിക്കുന്നത് എന്ന് എന്ത് ചെയ്യാം, അത് പരിശോധിക്കണം. അപ്പൊ കൂടുതൽ കംപ്ലൈൻസുകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. Then next point, ensure maintenance of proper information in database. ഡാറ്റാബേസിലുള്ള വിവരങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. വിവരങ്ങളൊക്കെ സേവ് ചെയ്തിട്ട് ഇടാം. അത് മീൻസ് വിവരങ്ങളൊന്നും പുറത്തു പോകാതെ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാതെ മെയിൻറ്റെയിൻ ചെയ്യുക. Then work in close contact with the manager and get in touch with him whenever needed. അല്ലെ? മാനേജറായിട്ട് നല്ലൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്യുക. ആരാണ് കീപ്പ് ചെയ്യേണ്ടത്? ഗസ്റ്റ് റിലേഷൻ ഓഫീസർ. ഇനി അദ്ദേഹത്തിന് ആവശ്യമുള്ളപ്പോൾ ഗസ്റ്റ് റിലേഷൻ അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ മാനേജറായിട്ട് നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്യാം. Then last one, have a true knowledge of hospital, medical and non-medical departments and its functioning. ഒരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും അവിടുത്തെ ഫങ്ഷൻസിനെ കുറിച്ചും അറിവുണ്ടായിരിക്കണം. ഓക്കെ, മെഡിക്കലും നോൺ മെഡിക്കൽ പരമായിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചും അതിന്റെ ഫങ്ഷൻസിനെ കുറിച്ചും ഒരു നോളജ് ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഇച്ചിരി ലാസ്റ്റ് വന്നപ്പോ ഇച്ചിരി ബുദ്ധിമുട്ട് പോലെ തോന്നിക്കാണും അല്ലെ? വലിയ ബുദ്ധിമുട്ടില്ലാട്ടോ, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. നിങ്ങൾ ആ കാര്യം ഇപ്പൊ ഞാൻ ഏറ്റവും മാക്സിമം സിമ്പിൾ ആക്കിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോ ഒരു പോയിന്റിനെ കുറിച്ച് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? ലാസ്റ്റ് പോയിന്റ് പറയുന്നത്
നമ്മള് ആ ഒരു ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് ആ ഡിപ്പാർട്ട്മെന്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ ഫങ്ഷൻസിനെ കുറിച്ചും അറിവുണ്ടായിരിക്കണം. ഓക്കെ. പത്താമത്തെ പോയിന്റ് എന്തായിരുന്നു? മാനേജറായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്ട് വേണം. ഇനി ആ ചെയ്യാവുന്നത് എന്തെങ്കിലും സഹായങ്ങളൊക്കെ വേണമെങ്കിൽ ഈ മാനേജറായിട്ട് കോണ്ടാക്ട് ചെയ്യാം. എട്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ക്വാളിറ്റി, സൗകര്യങ്ങളുടെ ക്വാളിറ്റി ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ കംപ്ലൈൻസുകൾ കുറയാനായിട്ട് സാധിക്കുന്നു. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? ഏഴാമത്തെ പോയിന്റ്, നമ്മള് പേഷ്യൻസിന്റെ ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ വേണം. അതായത് വിശദ വിവരങ്ങൾ ആ ഒരു ഡോക്യുമെന്റ്സിൽ ഉണ്ടായിരിക്കണം. സിക്സ്ത് പോയിന്റില് പേഷ്യൻസിന്റെ ഡോക്യുമെന്റ് തയ്യാറാക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അതിൽ വേണം. അതായത് വിശദ വിവരങ്ങൾ ആ ഡോക്യുമെന്റ്സിൽ എഴുതണമെന്ന് കേട്ടോ. ആ ജസ്റ്റ് റീഡ്. ഓക്കെ, മനസ്സിലാകും. അല്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഓരോ സെന്റൻസും അങ്ങനെ പെറുക്കി പെറുക്കി വായിക്കുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. കുഴപ്പമില്ല, ഈസി ആണെന്ന് കരുതി അങ്ങോട്ട് സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് വായിച്ചിടാം കേട്ടോ. നമ്മൾ നമ്മുടെ മൈൻഡിൽ ഇത് കാണുമ്പോ തന്നെ, വായിക്കുന്നതിന് മുൻപ് തന്നെ ഇത്രയും പോയിന്റ്സ് കണ്ടപ്പോ തന്നെ മൈൻഡിൽ അപ്പൊ തന്നെ അങ്ങോട്ട് കയറി, അയ്യോ ഇത് ഇത്രയും പോയിന്റ്സ് ഉണ്ട്, ഇതൊരു പാടാണ്, ടഫാണ് അല്ലേ എന്ന് നിങ്ങളുടെ മൈൻഡിൽ ചിന്ത വന്നോ? വന്നില്ലേ? എത്ര പേരുടെ മൈൻഡിൽ അങ്ങനെ വന്നു? ഇത് നമ്മൾ വായിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഇത്രയും പോയിന്റ്സ് കണ്ടപ്പോ നിങ്ങളുടെ മൈൻഡിൽ അപ്പൊ തന്നെ വന്നു കാണും ഇല്ലേ? ഇത് കുറച്ച് പാടാണെന്ന് തോന്നുന്നു, കുറച്ച് പോയിന്റ്സ് അധികമുണ്ട് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ അപ്പൊ തന്നെ വന്നു. വന്നോ? വന്നില്ലയോ? വന്നോ? എത്ര പേർക്ക് അങ്ങനെ തോന്നി? ഓക്കെ, വന്നു. ആ, വന്നില്ലേ? നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം ടീച്ചർ പറഞ്ഞില്ലേ? ഓക്കെ, ഒത്തിരി പേർക്ക് വന്നു. പക്ഷെ നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോ എന്ത് തോന്നി? വലിയ ബുദ്ധിമുട്ട് തോന്നിയോ നിങ്ങൾക്ക്? വായിച്ചു കഴിഞ്ഞപ്പോ ബുദ്ധിമുട്ട് തോന്നിയോ? സിമ്പിൾ ആയിട്ട് എന്ത് തോന്നിയില്ലേ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതാ നമ്മള് ഫസ്റ്റ് നമ്മൾ മൈൻഡിൽ അങ്ങനെ ഒരു സംഭവം അങ്ങോട്ട് സെറ്റ് ആക്കി. ഇത് ഒത്തിരി കുറെ പോയിന്റ്സ് ഉണ്ട്, പാടാണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ അപ്പൊ തന്നെ. നമ്മൾ ഒരിക്കലും അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. നമ്മൾ എന്ത് പാടുള്ള ടോപ്പിക്കുകളാണെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിക്കും. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കാം. ഓക്കെ, എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ഫസ്റ്റിൽ തന്നെ ഈ മൈൻഡിൽ ഇങ്ങനെ കയറിയാൽ പിന്നെ അത് നോക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. എത്ര സിമ്പിൾ ആണെങ്കിലും മൈൻഡിൽ ആദ്യം ഇത് കയറി, ഇത് പാടാണ് അല്ലെ, ഇത്ര പോയിന്റ്സ് ഉണ്ട് ഇത് പറഞ്ഞു, അപ്പോ നമുക്ക് പിന്നെ അത് പാടായിട്ട് തോന്നും കേട്ടോ. ഓക്കെ, നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടെന്ന് തന്നെ വിചാരിച്ചോളൂ. ഓക്കെ, സൈക്കോളജിക്കൽ ഒരു ഇതാണ് പറഞ്ഞോളൂ. ഓക്കെ, നിങ്ങൾ ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്താണെന്ന് വായിക്കണം. അതുപോലെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് പോർഷൻസ് പറയാം. ഇതൊന്ന് വായിക്കാം, then നമുക്ക് ഈ ഒരു ചാപ്റ്റർ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. ഓക്കെ, 5 minutes സമയം തരാം. നല്ല രീതിയിൽ ഒന്ന് വായിച്ചോളൂ, എന്നിട്ട് നമുക്ക് പറയാം കേട്ടോ.
ഗസ്റ്റ് റിലേഷൻ ഓഫീസർ അറിയപ്പെടുന്ന 2 പേരുകളൊന്ന് പഠിക്കണേ. ഏഴാമത്തെ പോയിന്റ് എന്തായിരുന്നോ? നിങ്ങൾ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഏറ്റവും അവസാനത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതെ അപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് ആയോ? അയച്ചോളൂ കേട്ടോ. എല്ലാ പോയിന്റ്സും വായിക്കണം. അതിന്റെ മീനിങ് നിങ്ങൾ തന്നെ മനസ്സിൽ സ്വയം ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. ഫിനിഷാകുമെന്ന് പറയാം. ഓക്കെ, ഓൾമോസ്റ്റ് ഫിനിഷ് ആയി എല്ലാവരുടെയും. ഓക്കെ, നമ്മൾ ഈ ഒരു OPD എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. നാം പോലും അറിയാതെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അല്ലേ? നിങ്ങൾ പോലും അറിയാതെ പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഈ ചാപ്റ്റർ? ദെൻ അപ്പോ നമ്മള് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത്, ബാക്കി പഠിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നോക്കാം. ഫസ്റ്റ് ഇടയ്ക്ക് നമുക്ക് നോക്കാം കേട്ടോ. OPD അറിയാലോ, ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റ്. എന്തൊക്കെയാണ് അവിടെ വരുന്ന ഈ ഒരു ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ, OPD-യിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പഠിക്കണം. അതായത് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഇതൊന്ന് പഠിക്കാം കേട്ടോ. ഈ പോയിന്റ്സ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് പഠിക്കുക. Then objectives of OPD 4 പോയിന്റുകളുള്ളൂ, അതൊന്ന് പഠിച്ചു വെച്ചേക്കൂ. കാരണം ചിലപ്പോ പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, ഫെസിലിറ്റി ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഗുഡ് പബ്ലിക് റിലേഷൻ, ഐഡന്റിഫൈ വിച്ച് ഏതിന്റെ ഒബ്ജക്റ്റീവ് ആണെന്ന്, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, ചോദിക്കാം അല്ലെ? ഇത് ഏതിന്റെ പഠിച്ചാലല്ലേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാ, ഒബ്ജക്റ്റീവ് 4 പോയിന്റിലേ ഉള്ളൂ, ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ദെൻ ഇതിലൂടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ വരുന്നത് എന്താണ്, സ്കോപ്പ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ ലൊക്കേഷൻസും നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. ദെൻ ഈ ടേബിള് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിച്ചോളൂ. എളുപ്പമല്ലേ, സിമ്പിൾ അല്ലേ? പേഷ്യന്റ് ഏരിയയിൽ നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അഡ്മിനിസ്ട്രേറ്റീവില് കുറച്ചുകൂടി കാര്യമായിട്ടുള്ള സ്ഥലങ്ങള്, ചികിത്സാപരമായിട്ടുള്ള ഏരിയകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സംഭവമാണ്, ഇനി അതിലൊന്നും പഠിക്കാനില്ല, ആവശ്യത്തേക്ക് പോകണ്ട. ദെൻ എക്യുപ്മെന്റ്, ഡയഗ്നോസ്റ്റിക്കിന് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, തെറാപ്റ്റിക്കിന്, മോണിറ്ററിങ് നമുക്കറിയാലോ, എളുപ്പമുള്ളൂ. ദെൻ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തന്നു, അങ്ങ് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കാറില്ല, നമുക്ക് അതിന്റെ പേരുകൾ മാത്രം പഠിക്കാനുള്ളൂ. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് OPD ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ് എന്ന്.
ഇനി വരുന്നത് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിൽ മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കാറുള്ളത് ANC ചോദിച്ചു കാണാറുണ്ട്. ആന്റി നേറ്റൽ കെയർ ANC ചോദിക്കും. അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസും ക്രോണിക് ഡിസീസസും ചോദിക്കാറുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പകർച്ചവ്യാധികൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് COVID-19 അല്ലെ? ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതല്ലേ കോവിഡ്. അതുപോലെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരുന്ന അസുഖം ഏതാണ്? ഏതാണ് ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന മറ്റൊരു ഡിസീസ്? നിപ്പ വൈറസ് അല്ലെ? നിപ്പ വൈറസും അത് ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് കേട്ടോ. കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിൾ ആണ് ഈ കോവിഡും നിപ്പയൊക്കെ. ഓക്കെ, ANC ആന്റിനേറ്റൽ കെയർ കേട്ടോ. അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ ക്രോണിക് ഡിസീസസ്, ക്യാൻസർ, TB ഒക്കെ ക്രോണിക് ഡിസീസസ് ആണ്. അപ്പൊ അത് മൂന്നും അതിൽ നിന്ന് ചോദിക്കാം കേട്ടോ. Then OPD type centralized, then സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും എന്താണെന്ന് സിമ്പിൾ അല്ലേ, ഫുൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ദെൻ അതുപോലെ തന്നെ ജനറൽ ഔട്ട് പേഷ്യന്റും എമർജൻസി റെഫേർഡ് ഔട്ട് പേഷ്യന്റും ആരൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. പഠിക്കാൻ എളുപ്പമാണ്, പഠിക്കാനൊന്നുമില്ല. ജനറൽ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നോർമൽ പേഷ്യന്റ്, എമർജൻസി ഒഴികെ വരുന്ന പേഷ്യൻസ്. എമർജൻസി എന്ന് പറഞ്ഞാലോ എമർജൻസി മെഡിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യന്റ്. ദെൻ റെഫേർഡ് ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡോക്ടർ റെഫർ ചെയ്യുന്ന പേഷ്യൻസ്. മാനേജ് ചെയ്തൽ കൺസിഡറേഷൻ ഏതൊക്കെയാണ് പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ദെൻ ആ ഫ്ലോ ചാർട്ട് നമ്മൾ നേരത്തെ പഠിച്ച ആ ഫ്ലോ ചാർട്ടൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓർഗനൈസേഷണൽ കോമ്പോണൻസ് പഠിക്കണം കേട്ടോ. എന്താണെന്ന് നിങ്ങൾ പഠിക്കേണ്ട, ഇത്രയും ഈ 4 പോയിന്റ്സ് ഇല്ലേ, ആരൊക്കെയാണെന്ന ഫാക്ടേഴ്സ് അവര് മാത്രമെങ്കിലും ഒന്ന് പഠിച്ചു വെക്കാം. മറ്റേത് പഠിക്കേണ്ടതല്ല കേട്ടോ. മെയിൻ ആയിട്ട് ഈ 4 നമ്മൾ പഠിക്കാം. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, സബ്സർവിയൻസ് സ്റ്റാഫ് പഠിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ജനറൽ പ്രോബ്ലംസും സ്പെസിഫിക് പ്രോബ്ലംസും. അതൊക്കെ ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. പിന്നെ അത് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാമെന്ന് ഒന്ന് പഠിക്കാം. ദെൻ നമ്മൾ ഇതിന് പഠിച്ച എന്തൊക്കെയാണ് ഒരു OPD-യിൽ റെക്കോർഡ് സൂക്ഷിക്കുന്ന റെക്കോർഡുകളൊന്ന് പഠിക്കണം. ദെൻ OP അസിസ്റ്റന്റിന്റെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് എടുത്ത ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടേ ഈ ഗസ്റ്റിനോട് മീൻസ് പേഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, കൂടുതൽ പേഷ്യൻസ് ആയിട്ട് അടുത്ത് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഗസ്റ്റ് റിലേഷൻസ് ഓഫീസിൽ ചെയ്യുന്നത്. അങ്ങനെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു അല്ലെ? പെട്ടെന്ന് പോയില്ലേ? സ്മൂത്ത് ആയിട്ട് പോയി ചാപ്റ്റർ അല്ലെ? വലിയ ബുദ്ധിമുട്ട് തോന്നി നിങ്ങൾക്ക്? ചാപ്റ്റർ തീർന്നതേ അറിഞ്ഞില്ലല്ലോ അല്ലേ? ആണോ? ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഓക്കെ, ഇനി എന്താ വേറെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ള സമയമുണ്ട് ഇപ്പോ. ഇന്ററാക്ഷൻ ഉള്ള ടൈമാണ്. ഓക്കെ, ദെൻ ഇത്രയും എടുത്ത ചാപ്റ്റർ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ ഇൻഫോർമേഷൻ തരാം കേട്ടോ ഏതാണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ സംസാരിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കമന്റ് എടുക്കാം, കുഴപ്പമില്ല. ദെൻ നെക്സ്റ്റ് ക്ലാസ് വല്ല ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് ആണോ? എക്സാമിന് മലയാളത്തിൽ എഴുതാവോ? ഏതാ എക്സാമോ? മലയാളത്തിൽ എഴുതാവോ? മലയാളത്തിൽ നമുക്കിത് എഴുതണ്ടല്ലോ. നമുക്ക് കുറെ വാരി വലിച്ച ടൈപ്പ് ഒന്നും എഴുതണ്ടല്ലോ. നമുക്ക് ഓപ്ഷൻ അല്ലേ, നമുക്ക് എല്ലാം മാറല്ലേ. മലയാളത്തിലൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. കാരണം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് അതിന്റെ മലയാളം ഇല്ലാലോ. നമുക്ക് മാക്സിമം നമുക്ക് തരുന്നത് ഇംഗ്ലീഷ് നോട്ടാണെങ്കിലും മലയാളത്തിൽ തന്നെയല്ലേ എല്ലാ ടീച്ചേഴ്സും നല്ല രീതിയിൽ മാക്സിമം പറ്റുന്ന പോലെ വിശദീകരിച്ച് തരുന്നുണ്ടല്ലോ. അപ്പൊ ആ പോയിന്റ്സ് ഒക്കെ തന്നെയല്ലേ. SK ഒന്നും എഴുതാനില്ലല്ലോ. സിമ്പിൾ ആണ് കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കണ്ട, പഠിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുമ്പോഴാ അങ്ങനെ തോന്നുന്നത് കേട്ടോ. ഇംഗ്ലീഷ് കുഴപ്പമില്ല. മോഡൽ എക്സാം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. മാം, ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ ഇമ്പോർട്ടന്റ് ആണോ? ഏതാണ്? OPD-യുടെ ആണോ? OPD-യുടെ
ഇമ്പോർട്ടന്റ് മീൻസ് ഒന്ന് വായിച്ചത് മനസ്സിലാക്കുക. കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ്സ് എടുത്തിട്ട് ഇപ്പോ എക്സ്പ്ലെയിൻ ബേസിക് ഡീറ്റെയിൽസ് ലൈക്ക് മെഡിസിൻസ് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് ആരുടെ ഡ്യൂട്ടി ആണെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിലൊന്നും വരില്ല. നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ കൂടുതലും നിങ്ങൾ ഇങ്ങനെ കുറെ ഫുൾ ഫോമുകൾ കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. ഇത്രയും പഠിച്ച ചാപ്റ്ററുകളിൽ തന്നെ ഒത്തിരി ഫുൾ ഫോം ഒക്കെ ഉണ്ട്. അതിനൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ക്രോണിക് ഡിസീസസ്, കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസസ്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോവിഡ്, നിപ്പ അതൊക്കെ. അപ്പൊ അതൊക്കെ ചോദിക്കാനായിട്ട് കുറെ ചാൻസ് കൂടുതലാണ് കേട്ടോ. ഞാൻ റെക്കോർഡ് ക്ലാസ് കാണുന്ന ആളാണ്. അപ്പൊ ഈ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഈ സ്ക്രീൻ ഒട്ടും ക്ലിയർ അല്ല. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് റെക്കോർഡ് ക്ലാസ്സിൽ സ്ക്രീൻ ക്ലിയർ അല്ല അല്ലേ? ഒട്ടും ക്ലിയർ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ സ്പെല്ലിങ് നമുക്ക് മെസ്സേജിലുള്ള വന്നത്, പക്ഷെ അതൊന്ന് പറയാറുണ്ടെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം റെക്കോർഡിൽ അത് വരില്ലല്ലോ. നമ്മുടെ കയ്യിൽ നോട്ട്സ് ഇല്ല. എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നോട്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ റെക്കോർഡ് ക്ലാസ് മാത്രം കണ്ട് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒന്ന് അറിയിക്കണം. അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ കോപ്പി എടുത്ത് വെക്കാറുണ്ടോ? സ്ക്രീൻ ഒക്കെ നമുക്ക് റെഡിയാക്കാം. പക്ഷെ കയ്യില് അങ്ങനെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയില്ല. ഇപ്പൊ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും നമ്മളുടെ ലൈവ് ക്ലാസ്സിൽ തന്നെയാണെങ്കിലും നിങ്ങൾ എപ്പോഴും മാക്സിമം PDF കയ്യിൽ വെക്കാം. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള കോപ്പി നോക്കി പിന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് പറയുന്നത് നമുക്ക് ആ ടൈം തന്നെ നമുക്കൊന്ന് നമ്മളുടേതായ രീതിക്ക് ഇപ്പൊ റെഡിങ് വെച്ച് അടയാളപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്റ്റാർ മാർക്ക് ചെയ്യുകയോ അങ്ങനെ ചെയ്ത് പോകാം. അങ്ങനെ റെക്കോർഡ് കയ്യിൽ വെക്കാറുണ്ടോ കോപ്പി? ഇല്ല, എന്റെ കയ്യിൽ PDF കോപ്പി ഇല്ല. ഞാൻ അതിനുള്ള സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. PDF അയച്ചു തന്നിട്ടില്ലേ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും? അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് എഴുതിയാണ് ഞാൻ ഇപ്പൊ നോക്കുന്നത്. കാരണം നമുക്ക് നോട്ട്സ് അവൈലബിൾ അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് റെക്കോർഡ് ക്ലാസ് ഒന്ന് ക്ലിയർ ആണെങ്കിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പൊ മാക്സിമം അങ്ങനെ വെക്കാൻ ശ്രമിക്കണേ. PDF അല്ലെങ്കിൽ എന്താണ് PDF എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത് കുറച്ചുകൂടി. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് പറയുമ്പോ നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷെ നമുക്ക് സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുമ്പോ അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം നിങ്ങളോട് PDF എടുത്ത് വെച്ചോളൂ കേട്ടോ. ദെൻ സ്ക്രീനിൽ അത് നോക്കാം കേട്ടോ, റെഡിയാക്കാം. ഓക്കെ മാം, താങ്ക്സ്. എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടോ നമുക്ക് മെയിൻ എക്സാം വരുന്നത്. ഓക്കെ താങ്ക് യു. Yeah, ma'am. Thank you. Thank you, Miss.